السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുകയും മുത്തഖികളും മുവഹിദുകളുമായി ശരിയായ പാതയിലൂടെ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാമിൽ നിന്ന് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയ സൂഫികൾ എത്ര അപകടകരമായ കുഫറിൻ്റെയും അതേപോലെ തന്നെ ശിർക്കിൻ്റെയും ഒക്കെ വിശ്വാസങ്ങളാണ് വെച്ചു പുലർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കി. അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം ഔലിയാക്കളെ സംബന്ധിച്ച് അവർ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങളാണ്. വലിയ അതിൻ്റെ ബഹുവചനമാണ് ഔലിയ. വാക്കിൻ്റെ അർത്ഥം ബന്ധമുള്ളവൻ എന്നാണ്. അള്ളാഹുവുമായി അടുത്ത ബന്ധമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ വലിയ എന്നത് സാങ്കേതികമായി ഉപയോഗിക്കുന്നത്. തഖ്വയുള്ള ഈമാനുള്ള എല്ലാവരും അള്ളാഹുവോട് അടുപ്പമുള്ളവരാണ്. ആ അർത്ഥത്തിൽ എല്ലാവരും ഔലിയ ആണ്. അതായത് ഒരാൾ വലിയ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ല. നിങ്ങളും ഞാനും ഒക്കെ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാകണം? വലിയാകണം. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. തഖ്വയുള്ളവരല്ലാതെ ഔലിയാക്കളില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തഖികളായി ജീവിക്കുന്നവരൊക്കെ ആരാണ്? വലിയ. അള്ളാഹുവിനോടുള്ള ബന്ധത്തിന് അറബിയിൽ വലാ എന്നാണ് പറയുക. വലാ ഉള്ളയാളാണ് വലിയ. അപ്പോൾ അള്ളാഹുവുമായി ബന്ധം എല്ലാവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ കൂടുകയും കുറയുകയും ചെയ്യും. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ ഈമാൻ കുറയും. പള്ളിയിൽ വരുമ്പോൾ ഈമാൻ വർദ്ധിക്കും. മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഈമാൻ കുറയും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളിയാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന സ്ഥലം മാർക്കറ്റാണ്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഇബാദത്തുകൾ കുറയുമ്പോൾ ഈമാൻ കുറയും. ഖുർആനിൽ കാണാം, ഇദാ തുലിയത്ത് അലൈഹിം ആയാതുനാ സാദത്തുഹും ഈമാന. ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഖുർആൻ ഓതാതിരിക്കുമ്പോൾ ഈമാൻ കുറയും. അപ്പൊ നമ്മുടെ അമലുകൾ, ഇഖ്ലാസുള്ള അമലുകൾ വർദ്ധിപ്പിച്ചാൽ, ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി വർദ്ധിപ്പിച്ചാൽ നമ്മൾ ആരാകും? വലിയാകും. എല്ലാ സത്യവിശ്വാസികളും വലിയുമാരാണ്. ഔലിയാക്കളല്ലാത്ത ഒരു സത്യവിശ്വാസിയും ലോകത്തില്ല. പക്ഷേ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവർ എന്ന ചില ആളുകളുണ്ട്. അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അത് അത്ഭുത ജീവികളല്ല. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരാരാണ്? അമ്പിയാക്കളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികളാണ്. സ്വാലിഹുകളും ശുഹദാക്കളും ഒക്കെ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. മുഅ്മിനുകളെല്ലാം അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. കൂടുതൽ അടുത്ത ആളുകൾക്ക് അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. സംശയം വേണ്ട. അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്ത ആളുകൾ അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നെന്ന് വരും. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നടപ്പായി എന്ന് വരും. കാരണം സാധാരണക്കാരൻ്റെ ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു
അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. മുഖറബുകൾ എന്നാണ് പറയുക. ഉലായിക്കൽ മുഖറബൂൻ, അവർ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം വലിയാകണം, അത് നമ്മുടെ ബാധ്യതയാണ്. അതിന് മുഅ്മിനായി, മുത്തഖികളായി, മുവഹിദുകളായി, മുഹ്സിനുകളായി ജീവിക്കുക എന്നതാണ്. അല, അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ ഔലിയ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കുന്നതുമല്ല. ഭയമില്ലാതെ ദുഃഖിക്കാതെ നമുക്ക് മരണത്തെ നേരിടാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാ ആയിരിക്കണം. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ആരാണ് ഔലിയ? അവർ സത്യവിശ്വാസികളും തഖ്വയുള്ളവരുമാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ ഔലിയാഇന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സന്തോഷ വർത്തമാനമുണ്ട്. വഫിൽ ആഖിറ, പരലോകത്താകട്ടെ, ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിന്റെ കലിമത്തുകൾക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല. ദാലിക്, അവർക്ക് ദുനിയാവിലും പരലോകത്തും സന്തോഷ വർത്തമാനമുണ്ട്. അള്ളാഹു അവന്റെ കലിമത്തുകൾക്ക് ഒരിക്കലും മാറ്റം വരുത്തുകയില്ല. അള്ളാഹു സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. ഔലിയാഇന് അള്ളാഹു പ്രത്യേകം സന്തോഷം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യേകം സന്തോഷം കൊടുക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലാത്തവരാണ് മുനാഫിക്കുകളും കാഫിറുകളും. അവർ ഖബറിൽ വളരെ ദുരിതം നിറഞ്ഞ നരക ജീവിതമായിരിക്കും. മഹ്ശറിൽ ജ്വലിക്കുന്ന സൂര്യന് കീഴെ വെപ്രാളപ്പെടുന്നവരും അസ്വസ്ഥതരാകുന്നവരും വേദനിക്കുന്നവരും പുളയുന്നവരുമായിരിക്കും. പിന്നീട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ, അവർക്കുള്ള വിചാരണ കഠിനമാണ്. അവർക്ക് ഹൗദിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. അള്ളാഹുവോട് അടുപ്പമുള്ളവർ അഥവാ അള്ളാഹുവിന്റെ വലിയുമാർ ആരാണോ അവർക്ക് അള്ളാഹു മരണം ലളിതമാക്കി കൊടുക്കും. അവരുടെ ബർസഖാണ് അള്ളാഹു സ്വർഗത്തിന്റെ വിരികൾ വിരിച്ച് ആശ്വാസം നിറഞ്ഞതാക്കും, സുഗന്ധമുള്ളതാക്കും. അവർക്ക് മഹ്ശറിൽ വിചാരണക്ക് നിൽക്കുമ്പോൾ അള്ളാഹു വസ്ത്രം നൽകും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനും അവരുടെ തലയ്ക്കുമിടയിൽ അള്ളാഹു സവിശേഷമായ തണലിടും. അവരുടെ വിചാരണ എളുപ്പമായിരിക്കും. അള്ളാഹു അവരെ അപമാനിക്കുകയില്ല. ഹൗലുൽ കൗസറിൽ നിന്ന് അവർക്ക് വാരിക്കോരി കുടിക്കാനുള്ള മഹാഭാഗ്യമുണ്ടാകും. അവർ സിറാത്ത് എന്ന പാലത്തിലൂടെ അക്കരെ കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. സ്വർഗത്തിലെത്തുന്ന എല്ലാവരും അള്ളാഹുവിന്റെ വലിയുമാരാണ്. ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു സത്യവിശ്വാസി മനസ്സിരുത്തേണ്ട ആശയം. അതുകൊണ്ടാണ് ദാലിക ഹുവൽ ഫൗസുൽ അദീം, ഒരാൾ അള്ളാഹുവിന്റെ വലിയാവുക എന്ന് പറയുന്നത് മഹത്വമേറിയ വിജയമാണ് എന്ന് 10-ാമത്തെ സൂറത്ത് യൂനുസിലെ 62 മുതൽ 64 വരെയുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കും. ഇനി ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്തുകൾ നൽകും. ഇവിടെയാണ് സൂഫികൾ യഹൂദികളുടെ വാദം കൊണ്ടുവരിക. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവ് എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹു അടിമയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു അടിമയെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു ഉടമസ്ഥനാണ്. അപ്പൊ അള്ളാഹു അവർക്ക് കറാമത്തുകൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അള്ളാഹു നൽകും എന്നാണ്, അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ്. അള്ളാഹു എല്ലാ സത്യവിശ്വാസികൾക്കും നിയമത്തുകൾ നൽകാറുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ നിയമത്തുകൾ ആസ്വദിക്കുന്നവരാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന നിയമത്തിന്റെ പ്രത്യേകത, അത് നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും തൗഹീദ് സ്വീകരിക്കുകയും കൃത്യമായി നിസ്കരിക്കുകയും അള്ളാഹുവിന്റെ ദീൻ അതിൽ പ്രവേശിക്കുകയും ചെയ്തതിന്റെ പകരം സമ്മാനമായി അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. കാഫിറുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് താൽക്കാലികമായ ആസ്വാദനങ്ങളാണ്, അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങളല്ല. അത് അവർക്ക് അള്ളാഹു പരീക്ഷണമായിട്ട് കൊടുക്കണം. നമുക്ക് പരീക്ഷണവുമാണ്, അതേസമയം അള്ളാഹുവിന്റെ സമ്മാനവുമാണ് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ. ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾക്ക് ലഭിക്കും. അള്ളാഹുവിലേക്ക് വളരെ അടുത്തവർക്ക്, സാധാരണക്കാർക്ക് അള്ളാഹു നൽകാത്ത ചില കാര്യങ്ങൾ കൊടുക്കും. ചിലപ്പോൾ അത്ഭുതകരമായ രീതിയിൽ കൊടുക്കും. സാധാരണ നടക്കുന്നതല്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില അത്ഭുതങ്ങൾ കാണിക്കും. അത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഏതൊരു സത്യവിശ്വാസിക്കും അത്യത്ഭുതകരമായ രൂപത്തിലുള്ള കറാമത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയും അയാൾ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പോലും അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. വേണമെങ്കിൽ മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ പറ്റും, അല്ലെ? കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചൊല്ലുകിൽ എന്നാ ചത്തു കിടക്കുന്ന ഒരു കോഴി, അതിന്റെ എല്ലെടുത്തിട്ട് കൂവാൻ പറഞ്ഞപ്പം എണീറ്റുന്ന് കൂവിയെന്ന, കാരണം പറഞ്ഞത് വലിയാണ്. അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ മാലപ്പാട്ടുകളുള്ളത്. ഇങ്ങനത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ, റബ്ബ് പ്രവർത്തിക്കുന്നതൊക്കെ പ്രവർത്തിക്കുക, അതാണ് കറാമത്ത് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. ഒരിക്കലുമല്ല. സാധാരണ അള്ളാഹു നമ്മുടെ ജീവിതത്തിന് കാര്യകാരണ ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ നമ്മളെ വിശപ്പ് മാറും എന്നൊക്കെ പറയുന്നത് പോലുള്ള, മരുന്ന് കഴിച്ചാൽ അസുഖം ഭേദമാകും, അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചാൽ എന്തായാലും നടക്കുകയുള്ളൂ. ശരിയാണ്. ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് മാറാത്ത രോഗമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. മരുന്ന് കുടിച്ചിട്ട് രോഗം മാറാത്തവരുണ്ട്. ശരിയാണ്.
ഏതായിരുന്നാലും എല്ലാം തരേണ്ടത് അള്ളാഹു തന്നെയാണ് അത്യധികമായി. സംശയമൊന്നും ഒരു സത്യവിശ്വാസിക്ക് ആ കാര്യത്തില്ല. പക്ഷേ അവർ എന്തും പ്രവർത്തിക്കും. മരണപ്പെട്ടു കഴിഞ്ഞാലും അവരിൽ കറാമത്തുകൾ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്ന് എത്ര ആയിരം ആളുകൾ ഏതൊക്കെ ഭാഷയിൽ വിളിച്ചാലും ഈ ഔലിയാക്കൾ കേൾക്കും. എന്തുകൊണ്ട്? അവർക്ക് കറാമത്തുകളുണ്ട്. അതുകൊണ്ട് ഷെയ്ഖെ എന്ന് വിളിച്ചാൽ, ബീവിയെ എന്ന് വിളിച്ചാൽ, തങ്ങളെ എന്ന് വിളിച്ചാൽ മരണപ്പെട്ടു കഴിഞ്ഞാലും അവർ കേൾക്കും. എന്നിട്ട് നമ്മൾ ചോദിച്ച കാര്യം കറാമത്തിന്റെ അത്ഭുതം കൊണ്ട് നടത്തിത്തരും എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്തും കറാമത്തും അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവുകളാണ്. അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളെല്ലാം ഔലിയാക്കളുടെ കറാമത്താകുമെന്നാണ് സൂഫികൾ ഉണ്ടാക്കിയ തത്വം. ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് എന്തിനുള്ളതാ? അവർക്ക് തന്നെ അറിയില്ല എപ്പോഴാ മുഅ്ജിസത്ത് ഉണ്ടാവാം. ഒരു നബിക്ക് ഒരു മുഅ്ജിസത്ത് അള്ളാഹു നൽകുമ്പോൾ വഹയി മുഖേന അറിയിക്കണം. ആഗ്രഹിക്കുമ്പോൾ മുഅ്ജിസത്ത് കൊടുക്കാൻ പറ്റൂല. സൂറത്തുൽ ഇസ്രായിൽ അതുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുടെ കൺമുന്നിൽ നീ ഒരു കോണി വെച്ച് ആകാശത്തേക്ക് കയറിപ്പോയി ഞങ്ങൾക്ക് വായിക്കാൻ ഒരു കിതാബ് കൊണ്ടുവരണം, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. അവർ പറഞ്ഞു, ഈ വരണ്ട മരുഭൂമിയിൽ നീ ഒരു വെള്ളച്ചാലുണ്ടാക്കണം, എന്നിട്ട് ഞങ്ങൾ കാണുക ഒരു ഭാഗത്ത് ഈത്തപ്പനയുടെ തോട്ടങ്ങളും മറുഭാഗത്ത് മുന്തിരിയുടെ തോട്ടങ്ങളും ഉണ്ടാക്കണം, എന്നിട്ട് അതിനിടയിലൂടെ നീ വെള്ളം പൊട്ടിയൊഴുക്കിയാൽ നീ നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. പല കാര്യങ്ങളും അവർ പറഞ്ഞു. അല്ലെങ്കിൽ നീ ഞങ്ങൾ കാണുക ഒരു അത്ഭുതകരമായ സ്വർണത്തിന്റെ ഒരു കൊട്ടാരം നിർമ്മിക്കുക. ഇങ്ങനെ പലതും അവർ പറഞ്ഞു. അതിലൊന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ വൽ കുന്തു ഇല്ലാ ബശർ റസൂല, ഞാൻ റസൂലായ ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമോ? അപ്പോൾ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഗൈബ് അറിയാനും പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാനും ഇസ്തിഗാസ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനും അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവുകളല്ല. ഒരു നബിയാണ് എന്ന് സംശയിക്കുന്ന സംശയാലുക്കൾക്ക് നബി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു കാണിക്കുന്ന അത്ഭുതങ്ങളാണ് അമ്പിയാക്കളിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന മുഅ്ജിസത്തുകൾ. അതൊരിക്കലും ഔലിയാക്കൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വലിയന് ഞാൻ വലിയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് മുഅ്ജിസത്ത് പ്രകടമാക്കണം, പരസ്യമാക്കണം. കറാമത്ത് പരസ്യമാക്കേണ്ടതില്ല. അത് അള്ളാഹു അയാൾക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. അത് തുറന്നു പറയാതിരിക്കലാണ് ഏറ്റവും അഫ്ളലായത് എന്നതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയല്ല. വലായത്തിന്റെ ഒരു ഷർത്ത് തന്നെ അത് കറാമത്തുകൾ എന്ത് ചെയ്യണം, അത് ഒളിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇത് അബ്ദുൽ ഖാദർ ജീലാനി തന്നെ ഓനിയ എന്ന തന്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. മിൻ ഷർത്തുൽ വിലായത്തി കത്മാനുൽ കറാമത്തി. ഒരാൾ വലിയാവുക എന്നതിന്റെ ഷർത്ത് അയാൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്തുകൾ ഇങ്ങനെ വിളിച്ചു പറയാതിരിക്കണം. കാരണം കറാമത്തുകൾ കളവായിട്ടും ആളുകൾക്ക് പറയാലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സ്വപ്ന കഥ പറയാനും മരിച്ചുപോയ CM-ന്റെ പേരിലും മനമ്പത്തടിഞ്ഞ ബീവിയുടെയും ഒക്കെ കറാമത്ത് കഥകൾ പറയാനും വേണ്ടി കുറെ നുണക്കഥകളാണ്. നോവലുകളെയും സീരിയലുകളെയും സിനിമകളെയും ഒക്കെ അതിജയിക്കുന്ന രൂപത്തിലുള്ള കള്ളക്കഥകൾ നല്ല കഥാകൃത്തുക്കളായ മുസ്ലിയാക്കന്മാർ. പണ്ട് യഹൂദികൾ ഇങ്ങനെയാണ് ഇസ്ലാമിനെ പൊളിച്ചത്. ഷിയായിസം ഉണ്ടായത് അങ്ങനെയാണ്. കഥ പറയാനായിട്ട് ഖസ്സാസുകളെ, കഥ പറയുന്ന കാതികന്മാരെ ഇറക്കി വിട്ടു. ഇസ്ലാമിന്റെ കുപ്പായമിട്ട് നാട് നീളെ വന്ന് കഥ പറയും. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾ വന്നിങ്ങനെ കഥ കേൾക്കും. എന്നിട്ട് കുറച്ച് ഹക്കും കൂടുതൽ ബാത്തിലും കൂട്ടിച്ചേർത്തിട്ട് കഥകളിലൂടെ അവരുടെ പിഴച്ച വിശ്വാസം മുസ്ലിങ്ങളിൽ കുത്തിവെക്കും. അങ്ങനെയാണ് വ്യതിയാന കക്ഷികൾ ഉണ്ടായത്. കഥകൾ. ഇനി ഇതിനർത്ഥം കറാമത്തുകൾ ഉണ്ടാവുകയില്ലെന്നല്ല, വ്യക്തികളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയില്ലെന്നല്ല. അത് സംഭവിക്കട്ടെ, അത് അവരുമായി ബന്ധപ്പെട്ട വിശേഷമാണ്. അത് അറിഞ്ഞാൽ ചിലപ്പോൾ പരസ്യമായ കറാമത്തുകൾ ഉണ്ടാകാം. അത് അറിഞ്ഞാൽ അവരുടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കി എന്നതിനപ്പുറം അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും റബ്ബിനോട് നടത്തേണ്ട ഇസ്തിഗാസ അവരോടാണ് നടത്തേണ്ടത് എന്ന് അത് തെളിയിക്കുന്നില്ല. കൃത്യമായി മനസ്സിലാക്കണം. കറാമത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്കൊരാവശ്യം വന്നു, ആ ആവശ്യം നമ്മൾ അറിയാത്ത രൂപത്തിൽ, നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി, നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് അതിൽ തുറവി നൽകി. ഒരാള് ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ പെട്ടു, ഒരു രക്ഷാമാർഗവും കാണുന്നില്ല, ആരും സഹായിക്കാനില്ല, ആർക്കും അയാളെ ശരിപ്പെടുത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ കുടുങ്ങി, സാമ്പത്തികമായോ മറ്റേതെങ്കിലും നിലക്കോ ഒരാൾ പ്രയാസപ്പെടലിൽ രോഗം കൊണ്ടോ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അത്യത്ഭുതകരമായി അയാൾക്ക് അള്ളാഹു ഏതോ ഒരു വഴി തുറന്നു കൊടുത്ത് അതിൽ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ തുറവികളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന കറാമത്തുകളാണ്. സംശയമൊന്നും വേണ്ട. ഇത് ചിലർക്ക് കൂടിയ അളവിലുണ്ടാകും, ചിലർക്ക് നിരന്തരമായിട്ടുണ്ടാകും. ചില ആളുകളുണ്ട്, അവർ റബ്ബിനോട് എന്ത് ദുആ ചെയ്താലും അത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കും. സംഭവിക്കാം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഇതിന്റെ അർത്ഥം ഇവിടെ ഒരു കൊട്ടാരമുണ്ടാകട്ടെ, അവിടെ ഒരു കുതിര വരട്ടെ, ഇവിടെ ഒരു പട്ടാളമുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വരുന്ന ഈ മാന്ത്രിക കഥകളിലെ സംഭവങ്ങളല്ല എന്തു പറഞ്ഞാലും സംഭവിക്കുന്നു പറഞ്ഞാൽ.
ഒരാൾ വന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈ വാപ്പാന്റെ അസുഖം ഒന്ന് മാറ്റിക്കൊടുക്കണേ. അപ്പൊ അവരുടെ ആ പ്രാർത്ഥന മുൻകൈക്കെടുത്ത് അള്ളാഹു മാറ്റിക്കൊടുക്കും. അതാണ് ചോദിച്ചത് കിട്ടുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇവിടെ ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. എന്നാൽ സൂഫികൾ കറാമത്തുകളെ അവതരിപ്പിച്ചത് ഏത് അത്ഭുതവും ശൂന്യമായ ഒരു മരുഭൂമിയിൽ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പഴയ മാന്ത്രിക വിളക്കിന്റെ കഥകളൊക്കെ പറയുന്നത് പോലെയുള്ള സംഭവങ്ങളാണ് കറാമത്തുകളായിട്ട് പരിചയപ്പെടുത്തുന്നത്. വിമാനം അപകടത്തിൽപ്പെടാൻ പോകുമ്പോൾ CM പറന്നു വന്നിട്ട് അതിനെ പിടിച്ചു വെക്കും. ജയിലിൽ അകപ്പെട്ട ഒരുത്തനെ ജയിലിന്റെ പിറകിലെ ഗേറ്റ് തുറന്നു കൊടുത്ത് നേരിട്ടൊരു കാറിൽ വന്ന് ഇറക്കി കൊണ്ടുപോകുന്നു. ഈ ജാതി കള്ളക്കഥകൾ. മുങ്ങിപ്പോകുന്ന കപ്പലിനെ ഈ വലിയ എന്ന് പറയപ്പെടുന്ന ആൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തരത്തിലാണ് കറാമത്തിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കിടയിലുള്ള നിലപാട്. ഒന്ന്, ഔലിയാക്കൾക്ക് അങ്ങനെ പ്രത്യേകം ഒരു പോരിശയോ കറാമത്തോ ഉണ്ട് എന്ന് അംഗീകരിക്കാത്ത ഭൗതികവാദികൾ. അവർ മുസ്ലിങ്ങളാണ്, നിസ്കാരവും നോമ്പൊക്കെ ഉണ്ട്, തൗഹീദും കാണും. പക്ഷെ അവർ മുഴുസത്തും കറാമത്തും ഒന്നും വിശ്വസിക്കുകയില്ല. മൂസാ നബി വടിയടിച്ചു, കടൽ 2 ഭാഗത്തേക്ക് പോയി, അതിലൂടെ ആ മുസ്ലിങ്ങളൊന്നാകെ രക്ഷപ്പെട്ടു. ഫിറൗൻ അതിന്റെ മധ്യത്തിലെത്തിയപ്പോൾ കടൽ പഴയതുപോലെ വന്നു, മുങ്ങിപ്പോയി. ഇതിന് ചില ഈ അക്കലാനികൾ പറയുന്ന മറുപടി, വടി കുത്തിപ്പിടിച്ച് വെള്ളം കുറഞ്ഞ സ്ഥലം നോക്കിയിട്ടാണ് മൂസാ നബി പോയതെന്ന്. അങ്ങനെ അവിശ്വസിക്കുന്നവർ, മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും നിഷേധിക്കുന്നവർ മുസ്ലിങ്ങളിലുണ്ട്. അതൊരു വിഭാഗം. ഔലിയാക്കൾക്ക് അള്ളാഹു പോരിശ കൊടുക്കുമെന്നും അത്ഭുതകരമായ തുറവികൾ നൽകുമെന്നും അതേപോലെ അള്ളാഹു ഒരുപക്ഷെ അവർ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വളരെ വേഗത്തിൽ ഉത്തരം നൽകാനിടയുണ്ട് എന്നും ഒക്കെയുള്ള സംഗതികൾ അത് തീരെ വിശ്വസിക്കാത്തൊരു കൂട്ടരുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെ തന്നെയാണ്. ചിലർക്ക് അങ്ങനെ അള്ളാഹുലേക്ക് പ്രത്യേകം അടുപ്പമില്ല എന്ന് കരുതുന്നവർ, അത് ശരിയല്ല. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നവരുണ്ട്. ആ ഒരു നിലവാരത്തിലെത്താൻ എല്ലാവരും പരിശ്രമിക്കണം. എല്ലാവർക്കും അതിന് സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂഫികൾ. ഔലിയാക്കളുടെ കാര്യത്തിൽ അതിരുവിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അവരെ ഉയർത്തിക്കാട്ടും. അള്ളാഹുവിന്റെ സിഫത്തുകൾ പോലും അവർ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കും. ആര് പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യും. അവർക്ക് പറയാം. അവർ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാവും പകലും വ്യത്യാസമില്ലാതെ ഏത് നാട്ടിലും നടക്കുന്ന കാര്യങ്ങൾ ഖബറിൽ കിടക്കുന്ന വലിയുമാർ കാണും എന്നൊക്കെയുള്ള അതിരുവിട്ട വിശ്വാസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം തന്റെ അനുയായികൾ വെച്ച് പുലർത്തുമോ എന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണനാളിൽ മനംനൊന്ത് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്, എന്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. ഇങ്ങനെ ഔലിയാക്കളെ ഈ യഹൂദികൾ കൊണ്ടുചെന്നാക്കിയതുപോലെ എന്റെ ഉമ്മത്താക്കുമോ എന്ന് നബി ഭയന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്ന മറിയം, ക്രൈസ്തവർ ഈസാ അലൈഹിസ്സലാമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. അവർ അള്ളാഹുവിന്റെ സിഫത്തുകൾ ഈസാ നബിക്ക് വകവെച്ചു കൊടുത്തു. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിച്ചു. ഒരു കൂട്ടർ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വരെ വാദിച്ചു. ഔലിയാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ പുത്രന്മാരാണ് എന്ന് വാദിക്കുന്ന ചില തരീഖത്തുകാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഔലിയാന്റെ കാര്യത്തിലും കറാമത്തിന്റെ കാര്യത്തിലും വളരെ അതിരുവിട്ട ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ കുഫറിന്റെയും ഷിർക്കിന്റെയും വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ചില ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നബിമാരെക്കാളും മുകളിൽ വലിയമാരാണ്. ഷിയാക്കൾ നിങ്ങൾക്കറിയാമോ? ഷിയാക്കളും യഹൂദികളും തമ്മിൽ പോരാട്ടം നടത്തുമ്പോ ഷിയാക്കളെ കൂടെ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ യഹൂദികളുടെ കൂടെയുള്ള ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണെന്നറിയാമോ? ഷിയാക്കളും യഹൂദികളും പോരാട്ടം നടത്തുമ്പോൾ ഷിയാക്കൾക്ക് അനുകൂലമായി നിൽക്കാൻ മുസ്ലിമിന് അനുവാദമില്ല, യഹൂദികൾക്ക് അനുകൂലമായി നിൽക്കാനും അനുവാദമില്ല. 2 ശത്രുക്കൾ തമ്മിൽ പോരാടുന്നു എന്നേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഷിയാക്കൾ ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയും അർഹിക്കുന്നില്ല, ഇസ്ലാമിന്റെ ഒരു പിൻബലവും അർഹിക്കുന്നില്ല. കാരണം അഹ്ലുസുന്നയെയും സലഫിയത്തിനെയും ഇസ്ലാമിനെയും തകർക്കാൻ വേണ്ടി യഹൂദിയായ ഇബ്നു സബ പടച്ചുണ്ടാക്കിയ പിഴച്ച പ്രസ്ഥാനവും ഇസ്ലാമിന് പുറത്തുള്ള മറ്റൊരു മതവുമാണ് ഷിയായിസം എന്ന് പറയുന്നത്. അതിന് ഇസ്ലാമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാനിൽ നിന്ന് ഷിയാക്കൾ മാനുഷികമായി നമ്മൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ നിൽക്കാനും അവർ അനീതി കാണിക്കപ്പെടുന്നുവെങ്കിൽ സഹായിക്കാനും നമുക്ക് അനുവാദമുണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുക എന്നല്ലാതെ അവർ ഇസ്ലാമിനോട് അടുത്തവരാണ്, ഇസ്ലാമിന്റെ ആളുകളാണ് എന്നുള്ള നിലക്കുള്ള യാതൊരു ആനുകൂല്യവും ഷിയകൾ അർഹിക്കുന്നില്ല, റാഫിദികൾ അർഹിക്കുന്നില്ല, ഇസ്നാശരികൾ അർഹിക്കുന്നില്ല, ഖുമൈനിസ്റ്റുകൾ അർഹിക്കുന്നില്ല, ഖാംനയിമാർ അർഹിക്കുന്നില്ല. അവർ ഇസ്ലാമിനെ തകർക്കുന്ന യഹൂദികളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം ഷിയാക്കളുടെ വിശ്വാസം എന്താ? അമീർ മുഹമ്മദ് അൽ കാദിമി അൽ ഖസ്വീനി എന്ന് പറയുന്ന ഷിയഈ
ഇന്നത്തെ ഇറാനിലെ ഇസ്നാശരി എന്ന് പറയുന്ന ഷിയാക്കളുടെ അടിസ്ഥാന വിശ്വാസം അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചു. അവർ പറയുന്നു അൽ അഇമ്മത്തു മിൻ അഹ്ലിൽ ബൈത്തി അലൈഹിമുസ്സലാം അഫ്ദലു മിൻ അംബിയാ. ഇമാമുകളും ഔലിയാക്കളുമായിട്ടുള്ള നബി കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാർ അവർ നബിമാരെക്കാൾ സ്ഥാനമുള്ളവരാണ്. ഇതാണ് ഷിയകളുടെ വിശ്വാസം. ഇത് അദ്ദേഹത്തിന്റെ അശ്ശിയത്തു ഫി അഖായിദിഹിം വഅഹ്കാമിഹിം എന്ന കൃതിയിൽ രേഖപ്പെടുത്തി വെച്ചു. ഈ കാളിമി എന്ന് പറയുന്ന ഷിഈ പണ്ഡിതൻ, ആ പുസ്തകത്തിൽ അമീർ മുഹമ്മദ് അൽ കാളിമി അൽ ഖസ്വീനി അദ്ദേഹം തന്റെ കൃതിയിൽ രേഖപ്പെടുത്തി വെച്ചു. ഷിയാക്കളുടെ വിശ്വാസം നബിമാരെക്കാൾ പദവിയുള്ളത് ഔലിയായിനാണ്, അയിമ്മത്തിനാണ്. ഇനി ആയത്തുള്ള എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്ന ഒരു പണ്ഡിതനുണ്ട്, ഖുമൈനിയെ പോലെ ഹാംനഴിയെ പോലെ അബ്ദുൽ ഹുസൈൻ ദസ്തഗീബ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അൽ യഖീൻ എന്ന് പറയുന്ന കൃതിയുടെ 46-ാമത്തെ പേജിൽ എഴുതി, അയിമ്മത്തുന, ഞങ്ങളുടെ ഇമാമുകൾ, അൽ ഇസ്നാ അശർ, ഞങ്ങളുടെ 12 ഇമാമുകൾ അലൈഹിമുസ്സലാം, അഫ്ളലു മിൻ ജമീഇൽ അംബിയാ, എല്ലാ നബിമാരെക്കാളും, നൂഹ് നബിയെക്കാളും ഇബ്രാഹിം നബിയെക്കാളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെക്കാളും ഒക്കെ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ളത് ഞങ്ങളുടെ ഇമാമുകളാണ്, ഔലിയ ആണ്. ബിസ്തിസ്നായി ഖാത്തമിൽ അംബിയ, അദ്ദേഹം ഒരു ഔദാര്യം കാണിച്ചിട്ടുണ്ട്. എന്ത്? മുഹമ്മദ് നബി ഒഴികെ. മുഹമ്മദ് നബി കഴിച്ച് ബാക്കി എല്ലാ നബിമാരെക്കാളും മുകളിൽ ഞങ്ങളുടെ ഔലിയാക്കളാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. ആര്? അബ്ദുൽ ഹുസൈൻ ദസ്തഗീബ്. ഇനി നമ്മൾ ആയത്തുള്ള എന്ന് വിളിക്കുന്ന ആയത്തു ശൈത്വാൻ, ഖുമൈനി, അയാളുടെ ഒരു പുസ്തകമുണ്ട് അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ. അതിന് മലയാളത്തിലേക്ക് സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന വിവർത്തനം എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ പല പൊതു ലൈബ്രറികളിലും മുസ്ലിം ലൈബ്രറികളിലും നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഇസ്ലാമിക ഗവൺമെന്റ് എന്ന് പറയുന്ന പുസ്തകം, ഖുമൈനിയുടെ പുസ്തകം, അതിന്റെ അടിസ്ഥാന പുസ്തകം അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ, വ്യാപകമായി വായിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം, ഖുമൈനി എഴുതുകയാണ്, ഇന്നലിൽ ഇമാമി മഖാമം മഹ്മൂദ, ഇമാമിന് അഥവാ വലിയന് സ്തുത്യർഹമായ ഒരു സ്ഥാനമുണ്ട്, വദറജതൻ സാമിയ, ഉന്നതമായ പദവിയുണ്ട്, വഖിലാഫത്തൻ തക്വീനിയ, അല്ലാഹു സൃഷ്ടിപ്പിൽ തന്നെ നൽകിയിട്ടുള്ള പ്രാതിനിധ്യം, ഖിലാഫത്ത് അവർക്കുണ്ട്, തഖ്ലൗലി വിലായതിഹാ വസൈതറതിഹാ ജമീഉ സറാത്തി ഹാദൽ കൗൻ, ഈ പ്രപഞ്ചത്തിലെ പൊടികൾ പോലും ധൂളികൾ പോലും അണുക്കൾ പോലും ഈ ഔലിയായിന്, ഈ ഇമാമുകൾക്ക് കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്. എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം അല്ലാഹു ഔലിയാക്കൾക്കാണ് വകവെച്ചു കൊടുത്തത്. വഅന്ന മിൻ ലറൂരിയാതി മദ്ഹബിനാ, നമ്മുടെ ഇസ്നാ ശരീഅത്തിന്റെ ശിഈ മദ്ഹബിന്റെ നിർബന്ധ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് അന്നലി അയിമ്മത്തിനാ മഖാമൻ, നമ്മുടെ ഇമാമുകൾക്ക് ഒരു പദവിയുണ്ട്, ലാ യബ്ലുഹു മലകുൻ മുഖറബുൻ, അല്ലാഹുവിലേക്ക് അടുപ്പം കിട്ടിയ മലക്കുകൾ ആ പദവിയിൽ എത്തിയിട്ടില്ല, വലാ നബിയുൻ മുർസൽ, നിയോഗിക്കപ്പെട്ട ഒരു റസൂലും ഒരു നബിയും ഔലിയാഇന്റെ ഇമാമുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല. ഷിയാക്കളുടെ വിശ്വാസം. അപ്പൊ തസവുഫിന്റെ ഏറ്റവും പിഴച്ച വിശ്വാസം, അവരുടെ ഇമാമുകൾ, തരീഖത്തിന്റെ ശൈഖുമാർ, അവരുടെ വലിയ ഔലിയാക്കളായി അവർ ഇസ്തിഗാസ ചെയ്തു, റബ്ബിനോട് നടത്തേണ്ട ഇസ്തിഗാസ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഔലിയാക്കളുടെ പേരിൽ ഇബാദത്തായ ബലിയറക്കുന്നു, അവർക്ക് ഔലിയാക്കൾക്ക് വേണ്ടി നേർച്ച നേരുന്നു, അവരുടെ പേരിൽ സത്യം ചെയ്യുന്നു. ഇങ്ങനെ മറമാടപ്പെട്ട മഹാന്മാരുടെ ജാറങ്ങളിൽ ചെന്ന് അവർക്ക് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ നൽകുന്നവരുടെ വിശ്വാസം, ഇവർ നബിമാരെക്കാളും മലക്കുകളെക്കാളും മുകളിലുള്ളവരാണ് എന്ന പിഴച്ച വിശ്വാസമാണ് ഈ സൂഫികൾക്കുള്ളത്. സൂഫി എന്ന് പറയുമ്പം നമുക്കത് നാട്ടിൽ കേട്ട് കേട്ട് ഒരു മാന്യതയുള്ള വാക്കാണ്, അല്ലെ? സൂഫി നല്ല മനുഷ്യൻ, അള്ളാഹുലേക്ക് അടുത്ത ആൾ. എന്നാൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ നാട്ടിൽ ചെവിയില്ലാത്തവരെ ചെകിടെന്ന് വിളിക്കാറുണ്ട്, ചില നാട്ടിലൊക്കെ പല്ലില്ലാത്ത ആൾക്കാരെ പല്ലെന്ന് പറയും. എന്നതുപോലെ ഓപ്പോസിറ്റ് പേരാണ് ഇവർക്ക്. യഥാർത്ഥ തസവുഫില്ല. തസവുഫ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? തസവുഫ് എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധീകരിക്കലാണ്. അതെങ്ങനെയാണ്? കൃത്യമായിട്ട് ഇബാദത്ത് എടുക്കുക, ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, പള്ളിയുമായി കൂടുതൽ ബന്ധപ്പെടുക, നല്ല ആളുകളുമായി മാത്രം സൗഹൃദം പുലർത്തുക. ഇതൊക്കെ ഒരാളുടെ ഹൃദയത്തെ നന്നാക്കും, സംശയമില്ല. അയാൾ വേണമെങ്കിൽ ഭാഷാപരമായി നമുക്ക് സൂഫി എന്ന് പറയാം. അഹ്ലുസുന്നയിൽ തന്നെ അങ്ങനെ സൂഫികൾ എന്നറിയപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലും സൂഫിയാണ് എന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഈ അർത്ഥത്തിലാണ്. അത് നമ്മുടെ മനസ്സിലുള്ള അർത്ഥമാണ്. അള്ളാഹുലേക്ക് അടുത്തവർ, നല്ല ഇബാദത്തിൽ മുഴുകുന്നവർ. ഇന്ന് പറയുന്ന സൂഫികൾ കള്ളന്മാരാണ്. ഹറാമായ മ്യൂസിക്കും അതേപോലെ തന്നെ കഞ്ചാവും ബീഡിയും അതേപോലെ ലഹരി ഉപയോഗിക്കുന്നവർ, പള്ളിയുമായി ബന്ധമില്ലാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഏത് വിധേനയും സമ്പത്തുണ്ടാവുക, മുരീദന്മാരെ പലതരത്തിലും കൊള്ളയടിച്ച് അവരുടെ പണം സ്വന്തമാക്കി വലിയ ബംഗ്ലാവുകളും വലിയ വലിയ വാഹനങ്ങളും വലിയ വലിയ ബിസിനസ്സുകളും പിന്നെ മുരീദന്മാരുടെ പണം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ശൈത്വാന്മാരും, ഹറാമിന്റെ
പുരോഹിതന്മാരുമാണ് ഇന്നത്തെ സൂഫികളായി നടക്കുന്ന എല്ലാവരും. ഏതാണ്ട് അറിയപ്പെട്ട. അതുകൊണ്ട് സൂഫി എന്നുള്ളതിന് നമ്മൾ പറയുന്ന ഒരു മാന്യതയുടെ മുഖമൊന്നുമില്ല. സൂഫി കഥകൾ എന്നൊക്കെ പറഞ്ഞു വരും. ജലാലുദ്ദീൻ റൂമി ശൈത്താനാണ്, കാഫറാണ്. അഹ്ലുസുന്നയുടെ ഇമാമുകൾ ഫത്വകൾ നൽകിയിട്ടുണ്ട്. എന്താ കാരണം? അയാൾക്ക് എന്ത് ഇസ്ലാം? പാട്ടും പാടി കഥയും പറഞ്ഞ് കളവും പറഞ്ഞ് ജനങ്ങളെ ആസ്വദിപ്പിക്കുന്ന കാര്യങ്ങൾ. ഫിലോസഫി എന്നത് ഖുർആനും സുന്നത്തിനും എതിരായി രൂപം കൊണ്ട ഒരു രീതിശാസ്ത്രമാണ്. ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് അത് ഇൽമുൽ കലാമിന്റെ ആളുകളാണ് കൊണ്ടുവന്നത്. ഇൽമുൽ കലാമിലൂടെയാണ് യഹൂദികൾ ഇസ്ലാമിന്റെയും അഹ്ലുസുന്നയുടെയും ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൽമുൽ കലാം, വചനശാസ്ത്രം. ഫിലോസഫി എന്ന ഓമനപ്പേരിൽ, തത്വശാസ്ത്രം എന്ന ഓമനപ്പേരിൽ അതറിയപ്പെടും. ഒരുപാട് താത്വികന്മാരായ ആളുകളുണ്ട്. അവരൊക്കെ ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് സ്വന്തം ബുദ്ധിയിൽ നിന്നുള്ള ആശയങ്ങൾ ആത്മീയ ആശയങ്ങളായി അവതരിപ്പിക്കുന്നു. ഇവരാണ് ഈ ആനന്ദ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. മറ്റു മതങ്ങളിലേക്ക് പോയാൽ പേരിന്റെ ഒക്കെ അവസാനം ഒരു ആനന്ദം, ഒരു 4 ശ്രീ അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള പരിപാടികളാണല്ലോ. ഇതുപോലെ ഇവരും ഇങ്ങനെ കുറെ വാലുകൾ ചേർക്കും. ഈ ശൈഖുമാർ അവരുടെ വലിയ പേര്, വലിയ തലപ്പാവും, പേരിൽ വലിയ സംഗതിയൊക്കെ നമ്മളെപ്പോലെ തന്നെ ഭക്ഷണം കഴിച്ച് മലമൂത്ര വിസർജനം ചെയ്ത് നടന്നു പോകുന്ന മനുഷ്യന്മാരാണ്. ഇവരാണ് വലിയ സൂഫി ശൈഖന്മാരായിട്ട് അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ അവർക്ക് ഈ ഉലൂഹിയത്തിന്റെ സിഫത്തുകളെങ്കിലും വകവെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം വരും. ഇത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം ഇതാണ്. ഇനി മൂന്നാമതൊരു രീതിയുണ്ട് കറാമത്തിനെ സംബന്ധിച്ച്. അത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമാണ്. അതൊരു മധ്യമ നിലപാട്. നമ്മൾ കറാമത്തുകളെ നിഷേധിക്കുകയില്ല, അംഗീകരിക്കും. അതോടൊപ്പം തന്നെ ഒരിക്കലും അതിൽ അതിര് വിട്ടുപോവുകയില്ല. ഉദാഹരണത്തിന് പറയാം, ഹദീസുകളിൽ തന്നെ സ്ഥിരപ്പെട്ട കറാമത്തുകളുണ്ട്. സാധാരണമല്ലാത്ത അത്ഭുതങ്ങൾ, സാധാരണക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അന്ന റജുലൈനി മിന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഹാബികളിൽപ്പെട്ട 2 മനുഷ്യർ ഖറജാ മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അരികിൽ നിന്ന് അവർ വീട്ടിലേക്ക് പോയി. അവർ നബിയുടെ സദസ്സിലുണ്ടായിരുന്നു. സദസ്സ് കഴിഞ്ഞ്, ക്ലാസ് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. ഫീ ലൈലത്തിൻ മുദ്ലിമത്തിൻ, ഒരു അമാവാസി രാത്രിയിൽ, ചന്ദ്രനില്ലാത്ത ഒരു രാത്രിയിൽ. വമഅഹുമാ മിസ്ലുൽ മിസ്ബാഹൈനി യുദിആനി ബൈന ഐദിഹിമാ, അവരുടെ യാത്രയിൽ കൂരിരുട്ടാണ്, പക്ഷേ 2 വിളക്കുകൾ പോലെ, 2 വിളക്കുകൾ, 2 വടികൾ അങ്ങനെ അവരുടെ മുകളിൽ, ഒരു വടി പോലെ അല്ലെങ്കിൽ ഒരു വിളക്ക് പോലെ ഒരു വെളിച്ചം. 2 ആളും, ആ 2 ആളും ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുന്നു. 2 ആളുടെ മുകളിലും ഒരു വിളക്കുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് അവർ പോകുന്നത്. അവർ വെളിച്ചമുണ്ടെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇത് പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടു. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ നടന്നു. ഫലം മഫ്തറക്ക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അയാളുടെ വീട്ടിലേക്കും മറ്റേയാൾ അയാളുടെ വീട്ടിലേക്ക് 2 വഴിക്ക് തിരിയുന്ന സാഹചര്യം വന്നു. സ്വാറ മഅ കുല്ലി വാഹിദി മിൻഹുമാ വാഹിദുൻ ഹത്താ അതാഹിലഹു, അവർ വീട്ടിൽ കുടുംബത്തിൽ എത്തിച്ചേരുന്നത് വരെ ഒരാളുടെ കൂടെ ഒരു വിളക്കും രണ്ടാമത്തെ ആളുടെ കൂടെ രണ്ടാമത്തെ ഒരു വിളക്കും ആകാശത്ത് പ്രത്യക്ഷമായി. ഒരു വെളിച്ചം, ഇരുട്ടത്ത് എവിടുന്നോ ഉണ്ടായ ഒരു വെളിച്ചത്തിലൂടെ അവർ നടന്നുപോയത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇതാണ് കറാമത്ത്. ഇത് നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ 3 ആളുകൾ ഗുഹയിൽ പെട്ടുപോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പഴയ കാലത്ത് ചെയ്ത നല്ല പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. അങ്ങനെ ഗുഹാ കവാടം നീങ്ങിപ്പോയി. അത് കറാമത്തായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഈ 2 സ്വഹാബികൾ അബ്ബാദ് ബിൻ ബിശ്ർ, ഉസൈദ് ബിൻ ഹുദൈർ എന്നീ സ്വഹാബികളാണ് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നും പോയത്. അതേപോലെ ബദർ യുദ്ധം നടക്കുമ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാള് പൊട്ടിപ്പോയി. ശത്രുവിന്റെ വാളുമായി ഉരസി, അല്ലെങ്കിൽ പരിചയമായി ഉരസി അദ്ദേഹത്തിന്റെ വാള് പൊട്ടിപ്പോയി. പിന്നെ പിടി മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ കയ്യിൽ വാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ കിടക്കുന്ന ഒരു കൊതുമ്പ്, ഈത്തപ്പനയുടെ ഒരു കൊതുമ്പ് എടുത്ത് അയാളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അയാൾ ആ കൊതുമ്പ് കൊണ്ട് യുദ്ധം ചെയ്തു. ആ കൊതുമ്പ് കൊണ്ട് ആര് വെട്ടിയാലും അവർ കഷ്ണമായി മുറിഞ്ഞു. ഇത് കറാമത്താണ്. കൊതുമ്പ് കൊണ്ടുള്ള കറാമത്ത് ഇതുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ എന്ന് പറയപ്പെടുന്ന ആൾക്ക് യഥേഷ്ടം എപ്പോഴും ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാര് ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ റബ്ബിനെ വിളിക്കുന്നതിന് പകരം നിങ്ങൾ വലിയനെ വിളിച്ചാൽ മതി. ഇത് വല്ലപ്പോഴും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാരണങ്ങൾ നൽകുന്ന അത്ഭുതമാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ തടവിൽ പിടിച്ചു. തടവിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവർ ഭക്ഷണം കൊടുത്തില്ല. പക്ഷെ അവർ വരുമ്പോഴൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം നല്ല ഉത്സാഹത്തോടു കൂടി. എന്താണ് സംഗതി? അദ്ദേഹത്തിന് എവിടുന്ന് ഒരു ഭക്ഷണം കിട്ടുന്നത്? അദ്ദേഹത്തിന് മുന്നിൽ ഒരു മുന്തിരി വരും, അത് കഴിക്കും. പണ്ട് മറിയം ബീവിക്ക് ഭക്ഷണം കിട്ടിയില്ലേ എന്നതുപോലെ ഖുബൈബ് റളിയല്ലാഹു ഭക്ഷണം കിട്ടിയത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്വഹീഹായ കറാമത്ത്. അത് ഹദീസിൽ വന്നുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അല്ല ഇവിടെ കുഫറും ശിർക്കുമായിട്ട് റമദാൻ മാസം ബീഡിയും വലിച്ച് പിന്നെ മുരീദിനെ കാണുമ്പോൾ നോമ്പ് മുറിക്കടാന്ന് പറയുന്ന ആ ജാതി ഈ ഔലി എന്ന് അറിയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ കറാമത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ഒരു ബാധ്യതയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3ാമത്തെ ഗണത്തിൽ അഹ്ലുസുന്ന എങ്ങനെയാണോ കറാമത്തിനെ മനസ്സിലാക്കിയത് അതുപോലെ വിശ്വസിക്കുന്ന സച്ചരിതരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫൗസൈക്കും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ആരാണ് വലി? നമ്മൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ വലിയു ഹുവൽ മുഅ്മിനു തഖിയ്യു. ഒരു വലി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ഒരു സത്യവിശ്വാസിയാണ്. അൽ മുത്തബിഉ ലിൽ ഖുർആനി വസുന്ന. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണ്. അല്ലാതെ ജാറുണ്ടാക്കി ഉറുക്കുന്നൂലും കെട്ടുന്നു ഒരിക്കലും വലിയാവില്ല. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവൻ. ബിഫഹ്മി സലഫിന അസ്സാലിഹ്. നല്ലവരായ നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കുന്നവർ. സ്വഹാബികളും താബീങ്ങളും ദീൻ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കുന്ന തഖ്വയുള്ള സത്യവിശ്വാസിയാണ് വലി എന്ന് ഫത്താവ ഇബ്നു തൈമിയയുടെ 11-ാം വോള്യം 666 പേജിൽ കാണാം. ഇത് നമ്മൾ നന്നായി മനസ്സിരുത്തുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി മരിച്ചു കഴിഞ്ഞാൽ കറാമത്ത് ഉണ്ടാവുമല്ലേ? ഉണ്ടാവൂല. മരിച്ചു കഴിഞ്ഞാൽ കറാമത്ത് ഉണ്ടാവും. എങ്ങനെ? ഇപ്പോൾ ഒരു സ്വഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ തല ശത്രുക്കൾ റബ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അറുത്തു. ഒരു കുന്തം കുത്തിയിട്ട് അതിന്റെ മുകളിൽ ആ തല കുത്തിവെച്ചു. ആ തലയിലെ കണ്ണും മൂക്കുമൊക്കെ വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കൾ നിർദ്ദേശം കൊടുത്തു. കുറെ ആൾക്കാർ ഓടി വന്നു. അത് വികൃതമാക്കിയിട്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആർക്കും ആ മയ്യത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റിയില്ല. എന്താ കാരണം എന്നറിയാമോ? തേനീച്ച പൊതിഞ്ഞു. മരിച്ചതിന് ശേഷം അള്ളാഹു കൊടുത്തൊരു കറാമത്താണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന കറാമത്തുകൾ ഉണ്ടാവും. മരിച്ചതിന് ശേഷം കറാമത്തില്ല എന്നാണ്, ഇഖ്തിയാരിയായ കറാമത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു നല്ലൊരു തഖ്വയുള്ള മനുഷ്യനോട് പറയാണ്, നമ്മൾ വരൾച്ചലാണ്, വെള്ളമൊന്നുമില്ല, നിങ്ങളൊന്ന് റബ്ബിനോട് പറയും, പ്രാർത്ഥിക്കും. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചു, മഴ കിട്ടി. സംഭവിക്കാം, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നവരെ നിൽക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു. ചില ആളുകൾ പ്രാർത്ഥിക്കും, പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. അത് ഇഖ്തിയാരിയായ കറാമത്ത്. അയാൾ ആഗ്രഹിച്ചപ്പോൾ അത് ഉണ്ടായല്ലോ. അങ്ങനെയുള്ള കറാമത്തുകൾ ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ. കാരണം മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കാൻ മരിച്ചുപോയില്ലേ? അയാൾക്ക് എന്താ ആഗ്രഹിക്കാനാ? ഇവിടെ പലരും വിശ്വസിക്കുന്നത് നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കും, അപ്പം അവർ ആഗ്രഹിക്കും റബ്ബ് കൊടുക്കും. എന്നാൽ മരണശേഷം അങ്ങനെ ഇഖ്തിയാരിയായ കറാമത്തില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബുസ്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന കൃതിയുടെ 1-ാം വാള്യം 63-ാമത്തെ പേജിൽ പറഞ്ഞു, ഫൽ കറാമത്തു ഫിഅലുൻ. കറാമത്ത് എന്നാൽ ഒരു പ്രവർത്തനമാണ്. ലാ മഹാല, അത് അസംഭവ്യമല്ല, നടക്കുന്ന കാര്യമാണ്, നടക്കാത്തതല്ല. വഹുവ നാഖിദുൽ ലിൽ ആദ, അത് സാധാരണ ഉണ്ടാകുന്നതിനെതിരായ ഒരു കാര്യമായിരിക്കും. വതഹ്സുലു ഫീ സമനി തക്ലീഫ്, അത് തക്ലീഫിന്റെ കാലത്താണ് ഉണ്ടാവുക. തക്ലീഫിന്റെ കാലം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും നിർബന്ധമുള്ള കാലം. അത് ഖബറിലല്ലല്ലോ, അത് മരിക്കുന്നവരല്ലേ. അപ്പൊ ഈ ദുനിയാവിലാണ് അതുണ്ടാവുക. ഭൗതിക കാലത്ത് ജീവിച്ചിരിക്കുമ്പോഴേ ഈ കറാമത്ത് സംഭവിക്കൂ. അലാ അബ്ദിൻ, ഒരു അടിമയിൽ, തഖ്സീസൻ ലഹു വ തഫ്ളീലൻ, അല്ലാഹു അദ്ദേഹത്തിന് പ്രത്യേകതയും പോരിശയും നൽകിയതിന്റെ പേരിൽ. വഖദ് യഹ്സുലു ഇഖ്തിയാരിയതൻ, ചിലപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന പ്രകാരവും അത് കിട്ടും. വദുആയിയതൻ, ചിലപ്പോൾ ദുആ ചെയ്താൽ കറാമത്തുണ്ടാകും. വഖദ് ലാ തഹ്സുലു, ചിലപ്പോൾ അയാൾ ആഗ്രഹിച്ചാലും ഉണ്ടാകാതിരിക്കും. എല്ലാ ഔലിയാക്കളും ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് ചെയ്തു കൊടുക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതിന് ചെയ്തു കൊടുക്കാത്തുണ്ട്. അബൂ താലിബ് മുസ്ലിം ആകണമെന്ന് നബിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ലേ? ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല. അതേപോലെ എന്താണ്, മുസ്ലിങ്ങൾക്കിടയിൽ കച്ചിത്വം ഉണ്ടാകാതിരിക്കണം നബി ആഗ്രഹിക്കും, ദുആ ചെയ്തു. എന്റെ ഉമ്മത്ത് കച്ചിത്വം ഇല്ലാത്തവരാകണമെന്ന് പ്രത്യേകിച്ചും ബനൂ മുആവിയക്ക് വേണ്ടി നബി ദുആ ചെയ്തു. ആ ദുആ സ്വീകരിച്ചില്ല എന്ന് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അപ്പൊ നബിക്ക് പോലും എന്താണ്, ആഗ്രഹിക്കുമ്പോൾ എന്ത് ഉണ്ടായിട്ടില്ല, പ്രാർത്ഥിച്ചത് മുഴുവൻ കിട്ടിയിട്ടില്ല. അപ്പൊ ചിലപ്പോൾ കിട്ടിയെന്നും വരും, കിട്ടിയില്ലെന്നും വരും. ഭൂരിപക്ഷം സമയത്തും ഔലിയാക്കളിൽ കറാമത്ത് സംഭവിക്കുന്നത് അവർ പ്രതീക്ഷിക്കാതെയാണ്. അപ്പൊ ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടലല്ല. നമ്മൾ ശൈഖെ രക്ഷിക്കണേ, ബീവിയെ കാക്കണേ എന്ന് പറയുമ്പം ലോകത്ത് ആര് പറഞ്ഞാലും അപ്പൊ തന്നെ അവരത് ഇഖ്തിയാരിയായിട്ട് കറാമത്ത് പ്രകടിപ്പിച്ച് ശരിയാക്കി കൊടുക്കണ്ടേ? അങ്ങനെ ഒന്നും ഇല്ല എന്നാണ്. അങ്ങനെ ഇഖ്തിയാരിയായ കറാമത്ത് ഇല്ല എന്നാണ് ഇമാം നബവി പറയുന്നത്. ഇതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന മുഅ്ജിസാത്തിൽ അംബിയായി ഇൻഖറലത് ബിൻഖറാദി അൾസ്വാരിഹിം, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളൊക്കെ അവരെ മരണത്തോട് കൂടി കഴിഞ്ഞു. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് നബിയെ വിളിച്ചാൽ നബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്തിന്റെ കഴിവുകൊണ്ട് നബി സഹായിക്കാമെന്ന് വിശ്വസിക്കേണ്ടതില്ല. മരണത്തോടെ മുഅ്ജിസത്ത് അവസാനിച്ചു. മരിച്ചു കഴിഞ്ഞിട്ടും ഒരു മുഅ്ജിസത്ത് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. മറ്റൊരു മുഅ്ജിസത്തും മരണത്തിന് ശേഷം ഉണ്ടാവുകയില്ല. ധാരാളം പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാനുണ്ട്. ചുരുക്കം, മരണപ്പെട്ടതിന് ശേഷം ആലമുൽ ബർസഖിലായിരിക്കെ മുഅ്ജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കപ്പെടുക എന്നുള്ളത് ഉള്ളതല്ല.
അവിടെ കറാമത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതികമായ കറാമത്തോ മുഴുസത്തോ അല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾ റബ്ബനെ വിളിക്കുന്നതിന് പകരം ഇത് വിളിക്കുക. റബ്ബനെ വിളിച്ചാൽ അത് KSRTC പോണ മാതിരിയാണ്, ഇവരെ വിളിച്ചാൽ ബെൻസിൽ പോണ മാതിരിയാണ് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തനിച്ച ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ്. ഈ ഷിർക്ക് കുഫറിന്റെ പ്രചാരകർ, ജാറത്തിന്റെ നടത്തിപ്പുകാർ, ഇവർക്കൊക്കെ ബീജാവാപം നൽകുന്നത് സൂഫികളാണ്. തസവുഫ്, സൂഫിസം എത്രമാത്രം ഗുരുതരമായ അപകടമാണ് എന്നാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. എപ്പോഴും പറയാനുള്ളത് പോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീൻ പഠിക്കുകയല്ലാതെ ഇത്തരം കൃത്രിമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കുവഴികളൊന്നുമില്ല. ദീൻ നന്നായിട്ട് പഠിക്കണം. പഠിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, തൗഹീദുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അതിൽ അടിയുറച്ചു നിൽക്കാനും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. ربنا أجرنا من النار، ربنا أجرنا من النار، ربنا أجرنا من النار. اللهم إنا نجعلك من نحورهم ونعوذ بك من شرورهم. وصلى الله على من لا نبي بعده.